നമസ്കാരം. ഒരുപാട് പ്രശ്നങ്ങളെ അനുദിനം നേരിടേണ്ടി വരുന്നവരാണ് നമ്മൾ എല്ലാവരും. ചില പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ മാരകമായി മുറിവേൽപ്പിക്കും. നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയും കണ്ടെത്താനാകാത്ത വിധത്തിൽ നമ്മളെ കുഴപ്പിച്ചു കളയുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നമ്മൾ അവയെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ വിജയം. മനസ്സിനെ സങ്കടപ്പെടാൻ വിടരുത്. അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള പ്രധാനമായ കാരണം. ഒരു തോൽവി നമുക്ക് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പോലും നമ്മൾ ആ തീരുമാനമെടുത്ത നിമിഷത്തെ ശപിക്കുന്നുണ്ടാവും. നമ്മളെ തന്നെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും. എന്തിനു വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തത്? അല്ലെങ്കിൽ നമ്മൾ ആലോചനയില്ലാതെ വീണ്ടും വിചാരമില്ലാതെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിന്റെ ഫലമായിട്ടല്ലേ നമുക്ക് ആ ഒരു നഷ്ടം, ആ ഒരു വീഴ്ച, ആ ഒരു തകർച്ച നേരിടേണ്ടി വന്നത് എന്ന് നമുക്ക് തന്നെ സ്വയം തോന്നുകയും നമ്മൾ തന്നെ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക. ഞാൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്, മനസ്സിനെ സങ്കടപ്പെടാൻ വിടരുത്. കാരണം നമ്മുടെ എനർജി മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒരു കാര്യം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തു തീർക്കണം, അതിൽ നിന്ന് എങ്ങനെ വിജയം നേടണം, എങ്ങനെ നേട്ടമുണ്ടാക്കണം, ഇതെല്ലാം നമ്മൾ ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ നേടാൻ കഴിയാത്തതായ ഒരു പ്രശ്നവും നമ്മുടെ മുന്നിൽ ഉണ്ടാകില്ല. നമ്മൾ അനുദിനം ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മുടെ മനസ്സിന് ഒരു പവർ ഉണ്ട്. ആ മനസ്സിനെ നമ്മൾ തകർക്കാൻ ശ്രമിക്കരുത്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം പവറാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചിലർക്ക് ഒരു കാര്യം തനിച്ച് ചെയ്യാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ തനിച്ചൊരിടത്ത് ചെല്ലുവാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ നേരിടാൻ ഭയമായിരിക്കും. ഇതെല്ലാം അവരുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കൂട്ടായ്മയുടെ ഫലമായി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. അതായത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭയം, അത് മനസ്സിന്റെ ഭയമാണ്. പക്ഷെ നമ്മുടെ ഒപ്പം ഒരു വ്യക്തി കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭയം അവരിലേക്ക് ഷെയർ ചെയ്യും. നമ്മുടെ മനസ്സ് ഒരു ആശ്രയം ആ വ്യക്തിയിൽ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കുറെ കൂടെ ധൈര്യം വരും. കാരണം എന്താണ്? അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പവറുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി കൈകാര്യം ചെയ്യും എന്നുള്ള ധൈര്യമാണ് നമ്മളെ ആ സ്ഥലത്തേക്ക് കൊണ്ടെത്തുവാൻ പ്രാപ്തരാക്കുന്നത്. അതായത് നമ്മുടെ മനസ്സ് അപ്പോൾ സ്വയം ധൈര്യം സംഭരിച്ചു കഴിഞ്ഞു. കൂടെ ഒരു വ്യക്തി ഉണ്ട്, ആ വ്യക്തി ആ കാര്യങ്ങൾ സോൾവ് ചെയ്യും അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന ചിന്തയിൽ നമ്മുടെ മനസ്സ് സ്വയമായി ഒരു ശക്തി സംഭരിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോകാൻ, അല്ലെങ്കിൽ ആ പ്രശ്നം തരണം ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് ആശ്രയിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആശ്രയിക്കപ്പെടുന്നവരായി മാറാതിരിക്കുക. കാരണം നമുക്കൊപ്പം എല്ലായ്പ്പോഴും എല്ലാവരും ഉണ്ടാകുന്ന ഒരു സാഹചര്യം സംഭവിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം ശക്തരായിരിക്കണം, നമ്മുടെ മനസ്സ് ശക്തിയുള്ളതായിരിക്കണം. പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരുമില്ല. നമ്മൾ കാണുന്ന സർവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പറയുന്ന എനിക്ക് പോലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എപ്പോഴാണ് ആ പ്രശ്നങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ വീണു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കുന്നതല്ല. നമ്മൾ ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അനുദിനം അനുനിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതായത് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയാത്ത ഒരുപാട് കാര്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓരോ വ്യക്തിയും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കുക. നമുക്ക് ആ നിമിഷം അല്ലെങ്കിൽ അപ്പോഴൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക.
പ്രപഞ്ചത്തിന്റെ മുന്നിൽ സോൾവ് ചെയ്യാൻ കഴിയാത്തതായ ഒരു പ്രോബ്ലവുമില്ല. അതായത് കാലം ഉണക്കാത്ത, പരിഹരിക്കാത്ത ഒരു മുറിവുകളും ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിക്ക് അവന്റെ ബിസിനസ്സിൽ ഒരു പരാജയം സംഭവിച്ചു, കുറെ കടം കയറി, അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. ഇനി വരുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും കടക്കാർ നമ്മളെ വാക്കുകൊണ്ടും ശാരീരികമായും ഉപദ്രവിക്കാൻ തുടങ്ങും. നമ്മളെ അറ്റാക്ക് ചെയ്യും. നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനോനില തകർക്കുന്ന വിധത്തിൽ അവർ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ അവന്റെ മനസ്സ് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രശ്നത്തിൽ നിന്നും എനിക്ക് ഒരു മോചനവുമില്ല, എൻ്റെ മുന്നിൽ യാതൊരുവിധ വഴികളുമില്ല, ഈ ബിസിനസ് ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ കടങ്ങൾ തീർക്കാൻ എൻ്റെ മുന്നിൽ യാതൊരുവിധ മാർഗങ്ങളുമില്ല, ഇതോടുകൂടി ഞാൻ അവസാനിക്കുകയാണ്, എന്നെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല, തുറക്കപ്പെടുന്ന എല്ലാ വാതിലുകളും എൻ്റെ മുന്നിൽ അടഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് അഭയം എന്താണ്? നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും കംഫർട്ട് സോൺ, അതായത് നമുക്ക് സുഖകരമായ ഒരു ഇടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. എപ്പോഴും മനസ്സിന് ശാന്തതയാണ് ആവശ്യം. ഒരുപാട് വൈകാരികമായ സംഭവങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് പറയും, വേണ്ട, നീ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകും, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ നിനക്ക് എന്തൊക്കെയോ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഈ സമയം നീ ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കേണ്ടി വരും, അല്ലെങ്കിൽ തരണം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കംഫർട്ട് സോണിലേക്ക് വാ, നീ അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ നീ അത് ഏറ്റെടുക്കണ്ട, അല്ലെങ്കിൽ നീ ആ കാര്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തലയിൽ കയറ്റണ്ട, നീ കംഫർട്ട് സോണിലേക്ക് പോ എന്നപ്പോഴും നമ്മുടെ മനസ്സ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കടക്കാരനായ വ്യക്തിക്ക് അവന്റെ മനസ്സ് അവനോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ മുന്നിൽ സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉള്ള സ്ഥിതിക്ക് നീ ഒരു കംഫർട്ട് സോണിലേക്ക് പോ. പലരും അങ്ങനെ ഒരു കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ മനസ്സ് പറയുന്ന കംഫർട്ട് സോണുകളിൽ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ സ്വയം ഇല്ലാതാവുക. നമ്മളെ ഈ കടത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നവർ, നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്നവർ, പലിശക്കാർ, ബ്ലൈഡുകാർ, നമ്മൾ കടം വാങ്ങിയ വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, ബാങ്കുകൾ, ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ഒരു കംഫർട്ട് സോൺ, സ്വയം ഇല്ലാതാവുക, ആത്മഹത്യ ചെയ്യുക. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു സംഭവ വികാസമായി മാറിയിരിക്കുകയാണ്. തനിച്ച് മരിക്കുക, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്വയമേവ അവർ വരുന്നതായിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. ഒരു കുടുംബനാഥൻ കടത്തിൽ പെട്ടുപോയി, ആ കുടുംബം ഒന്നാകെ സോൾവ് ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയി. ആ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഗൃഹനാഥനാണ്. ആ വ്യക്തി ഒരു ദിവസം മനസ്സുടഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പരിഹരിക്കാൻ കഴിയില്ല, എൻ്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല, നമുക്ക് ഈ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, നമ്മൾ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് യാതൊരുവിധ മോചനവുമില്ല, എൻ്റെ മുന്നിൽ യാതൊരുവിധ വാതിലുകളും തുറക്കപ്പെടുന്നില്ല എന്ന് ഒരു ഗൃഹനാഥൻ അവന്റെ കുടുംബത്തോട് പറയുമ്പോൾ അവനിൽ മാത്രം പ്രതീക്ഷകളോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന എല്ലാവരും തകർന്നു പോകും. അവർക്ക് മുന്നിൽ ഇനി ഒരു വഴിയും അവശേഷിക്കുന്നില്ല. ഗൃഹനാഥൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതയാൾ ആ കുടുംബാംഗങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അവരും അയാളുടെ വഴിയിൽ ആ പാത പിന്തുടരാനാണ് സ്വാഭാവികമായി തയ്യാറാകുന്നത്. അത് ഒരുപക്ഷെ ആ ഗൃഹനാഥന്റെ പാതയിലേക്ക് അയാൾക്കൊപ്പം പോവുകയോ, അല്ലെങ്കിൽ ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഒപ്പം വരട്ടെ, അതുകൊണ്ട് അവരോട് ചിലപ്പോൾ ഷെയർ ചെയ്യാതെ തന്നെ അവരെയും ഒപ്പം കൂട്ടും, അതായത് കൊലപ്പെടുത്തും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുദിനം നമ്മൾ പ്രഭാതങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വ്യാകുലപ്പെടുത്തുന്ന സംഗതികൾ മാത്രം നടക്കുന്ന ഒരു ലോകം, അല്ലെങ്കിൽ ഒരു പ്രഭാതങ്ങളാണ് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും മിഴി തുറക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ പറയാനുള്ളത്, നമ്മളെ നന്നാക്കുവാൻ വേണ്ടി ആരും നമുക്ക് ചുറ്റുമില്ല. നമ്മൾ വീണു പോകുമ്പോൾ നമുക്ക് കൈത്താങ്ങ് തരുവാൻ വേണ്ടി ഒരു വ്യക്തിയുമില്ല. നമ്മളെ നമ്മുടെ പ്രശ്നത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി നമുക്ക് മുന്നിൽ
ആരും വരില്ല, ഒരു ദൈവവും വരില്ല. ഈശ്വര വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്നോട് എതിർക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രപഞ്ച സത്യമാകാം. ജാതി മത വിശ്വാസങ്ങൾക്ക് അതീതമായ ഒരു വലിയ ശക്തിയാവാം. ആ ശക്തി നിങ്ങളെ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് നയിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങൾ സിനിമയിലോ കഥകളിലോ TV സീരിയലുകളിലോ ഒന്നും കണ്ടിട്ടുള്ളതോ വായിച്ചറിഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളതോ, നിങ്ങളൊരു ക്ഷേത്രത്തിലോ പള്ളിയിലോ മറ്റിടങ്ങളിലോ ഒരു ദേവാലയങ്ങളിലോ ഒന്നും തന്നെ കണ്ടിട്ടുള്ള ബിംബങ്ങളോ അല്ലെങ്കിൽ രൂപങ്ങളോ ചിത്രങ്ങളോ ഒന്നും അല്ല ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ഒരു പ്രശ്നവും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നവും പരിഹരിക്കുവാൻ ഒരു ദൈവവും മുന്നിൽ വരില്ല. ആ ദൈവം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തി, ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്, നിങ്ങളുടെ മനസ്സാണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയും. ആ വിശ്വാസം, ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിക്കുക. ഞാൻ വീണ് കിടക്കുകയാണ്, ഒരു പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. കടബാധ്യതയുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ അല്ലെങ്കിൽ ദുരിതങ്ങളുടെ ഒരു പടുകുഴിയിൽ, എനിക്ക് കയറി പോകാൻ കഴിയാത്ത വിധത്തിൽ തകർന്ന ഒരു കുഴിയിൽ, ഒരു കിടങ്ങിൽ, ഒരു ദുരന്തത്തിൽ ഞാൻ പെട്ടുകിടക്കുകയാണ്. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ഒരു ഈശ്വരനും വരില്ല, ഒരു വ്യക്തിയും വരില്ല, ആരും വരില്ല. ഒരു വെളിച്ചം, ഒരു കൈത്തിരി എൻ്റെ മുമ്പിൽ തെളിയില്ല. പൂർണ്ണമായ അന്ധകാരത്തിലാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതാണ്? നേടും, എഴുന്നേൽക്കും, കരകയറും, പ്രവർത്തിക്കും, വെട്ടിപ്പിടിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആവാഹിക്കുക. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. വീണുടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലാതെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നന്നായി ജീവിക്കുമ്പോൾ, നമ്മൾ വളരെ സന്തോഷവാനായി ഇരിക്കുമ്പോൾ, നമ്മൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ സമ്പന്നനായിരിക്കുമ്പോൾ, നമ്മൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേര് കാണും. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സമൂഹം, ലോകം മുഴുവൻ നമ്മൾക്ക് ചുറ്റും കാണും. നമ്മൾ പക്ഷെ വീണ് കഴിഞ്ഞാൽ ഈ പറയുന്ന ചുറ്റുപാടുകൾ, സമൂഹം എല്ലാം നമ്മളെ നോക്കും, കുറച്ച് നാൾ വാച്ച് ചെയ്യും. അവനൊരു തകർച്ച വന്നു അല്ലെങ്കിൽ അവൾക്കൊരു തകർച്ച വന്നു, അതിൽ നിന്നും അവർ തിരിച്ചു കയറുമോ എന്ന് അവർ കുറച്ചുനാൾ വാച്ച് ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലിട്ട് താലോലിച്ച് കണ്ണീരൊഴുക്കി വിഷമിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നമ്മൾ സ്വയം ഒതുങ്ങി തുടങ്ങുന്ന സമയം തൊട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അവൻ തിരിച്ചു വരില്ല അല്ലെങ്കിൽ അവൾ തിരിച്ചു വരില്ല, അവൾക്ക് ഇനി ഈ ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ അധപ്പതനത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ലെന്ന് അവരതങ്ങ് തീരുമാനിക്കും. പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും നിങ്ങളിൽ നിന്ന് ഒന്നൊന്നായി അകന്നു പോകും. നിങ്ങൾ വിളിച്ചാൽ അവരെടുക്കില്ല, നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ അവർ കാണാൻ തയ്യാറാകില്ല. നിങ്ങളുടെ അരികിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, എന്തിന് നിങ്ങളെ വഴിയിൽ കണ്ടാൽ പോലും അവർ ഒഴിഞ്ഞു മാറും. നിങ്ങളൊരു വിവാഹത്തിനോ മരണത്തിനോ ഒരു ചടങ്ങിനോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് ഒരു കാലത്ത് നിങ്ങൾ അഭിമാനിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നും ഒരു വാക്കോ ഒരു നോട്ടവും മാത്രം നൽകി ഒഴിഞ്ഞു പോകും. നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാവില്ല, നിങ്ങളെ അവർ ആഗ്രഹിക്കില്ല അവരുടെ ഇടങ്ങളിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നത് നിങ്ങൾ എന്ന വ്യക്തി മാത്രമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശക്തിപ്പെടുത്തി കൂടെ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നു രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നത് നിഴൽ പോലെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ പോസിറ്റീവ് എനർജി ഫീഡ് ചെയ്ത ഒരു മനസ്സ് നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുമെങ്കിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കയറാനാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, മനസ്സിനെ നിങ്ങൾ സങ്കടപ്പെടാൻ വിടരുത്. നിങ്ങൾക്ക് എത്ര ദുരിതവും ദുഃഖവും ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനെ പൊട്ടി തകർന്നു പോകാൻ ഇടയാക്കരുത്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ മറികടക്കുക, നിങ്ങളുടെ പ്രവർത്തികളിലൂടെ മറികടക്കുക. നിങ്ങൾക്ക് ഇതുവരെ നഷ്ടങ്ങളുണ്ടായി,
നിങ്ങൾ കടബാധ്യതയിൽപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ടു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ അംഗീകരിക്കുക. ആ യാഥാർത്ഥ്യം ഒരു പുകമറയല്ല, നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന നഗ്നമായ ഒരു സത്യമാണ്. അത് നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തേ പറ്റൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്താതെ, നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവന്റെ പ്രവർത്തിക്കാനുള്ള സമയം ഇല്ലാതാക്കുകയാണ്. അവന്റെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കുകയാണ്. അവന്റെ മനസ്സ് ഇല്ലാതാക്കുകയാണ്. അവന്റെ ശരീരം ഇല്ലാതാക്കുകയാണ്. മാനസികമായ ആരോഗ്യം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ശാരീരികമായ ആരോഗ്യം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു സയന്റിഫിക്കായ ട്രൂത്താണ്. അതായത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആശയക്കുഴപ്പമുണ്ടോ, മനസ്സ് എത്രത്തോളം അശക്തമായിരിക്കുന്നു, ആ സമയത്തൊന്നും നമുക്ക് കൃത്യമായ ഒരു കാര്യം ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ഒരു ജോലി ചെയ്യാൻ കഴിയില്ല. ഒരാളോട് നന്നായി സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും നമുക്ക് സ്വീകരിക്കുവാനോ നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി തന്ന വ്യക്തി പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കത് ചെയ്തു തീർക്കാൻ കഴിയില്ല. ഫലം നമുക്ക് വീണ്ടും നഷ്ടങ്ങൾ മാത്രമേ വരൂ. ആ നഷ്ടം വീണ്ടും നമ്മുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മനസ്സിനെ നിങ്ങൾ സങ്കടപ്പെടാൻ ഒരു കാരണവശാലും വിടരുത്. സങ്കടങ്ങളെ പ്രവർത്തികളിലൂടെ മറികടക്കുക. കരഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും നേടില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ആ സമയങ്ങളെല്ലാം നിഷ്പ്രയോജനകരമാണ്. അതെല്ലാം നിങ്ങളെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് മനസ്സിനെ സങ്കടപ്പെടാൻ വിടാതെ, നമുക്ക് സംഭവിച്ച ദുരന്തങ്ങളെ പറ്റി വീണ്ടും 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 ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കാതെ, നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങളുടെ പ്രവർത്തികളിലൂടെ മറികടക്കാൻ ശ്രമിക്കുക എന്നല്ല, നിങ്ങൾ മറികടക്കുക തന്നെ ചെയ്യണം. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ സമയം കിട്ടും എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ആ സമയത്ത് നമുക്ക് സംഭവിച്ചു പോയ ദുരന്തങ്ങൾ, നഷ്ടങ്ങളെ പറ്റി ചിന്തിക്കാതെ നമ്മൾ പുതിയ അവസരങ്ങളെ പറ്റി ചിന്തിക്കുക. എല്ലാവരും കരുതും അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ആ വ്യക്തി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, അയാളുടെ നഷ്ടങ്ങളെ തരണം ചെയ്യാൻ അയാൾക്ക് കഴിയില്ല, അയാൾ ഒരിക്കലും ഇനി നേടി വരില്ല എന്ന് ചിന്തിച്ച് ആഹ്ലാദിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഫീഡ് ചെയ്യുക. നിങ്ങൾ ആ ഊർജത്തിലൂടെ, ആ എനർജിയിലൂടെ നിങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ കരഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ആ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ, അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കാനാവും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു നേടാൻ കഴിയും. അതൊരു പ്രപഞ്ച സത്യമാണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്. നമ്മളുടെ പ്രവർത്തികൾക്ക് ഒരു നാളെങ്കിലും ഫലം കിട്ടും. ഒരിക്കലും നമ്മുടെ പ്രവർത്തികൾക്ക് ഫലം കിട്ടാതെ അതെല്ലാം വെറും പാഴ്പ്രവർത്തികൾ, പാഴ്വേലകളായി പോകില്ല. നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുക, നമ്മൾ നേടാൻ വേണ്ടി നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക, നല്ല ചിന്തകൾ വെച്ചു പുലർത്തുക, പോസിറ്റീവ് എനർജി മനസ്സിൽ സംഭരിച്ചുകൊണ്ട് നമുക്ക് വന്ന നഷ്ടങ്ങളെ പറ്റി ആലോചിച്ച് വ്യാകുലപ്പെട്ട് നമ്മുടെ മനസ്സിനെ തകർക്കാതെ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി സംഭരിക്കുക. മനസ്സിനുള്ള പവർ നമുക്ക് ഒന്നിനും കിട്ടത്തില്ല. കാര്യം ഏതൊരു കാര്യം നേരിടണമെങ്കിലും, ഏതൊരു കാര്യം ചെയ്തു തീർക്കണമെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിരിക്കണം. മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാര്യവും പൂർണ്ണമായി ചെയ്തു തീർക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിന്റെ തളർച്ച നമ്മുടെ ശരീരത്തിനെ തളർത്തും. നമ്മൾ കട്ടിലിൽ വീഴും, നമ്മുടെ കിടക്കയെ അഭയം പ്രാപിച്ചു പോകും. നമുക്ക് എഴുന്നേൽക്ക് നിൽക്കാൻ കഴിയില്ല, നമുക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല, നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രിയ സുഹൃത്തെ, നീ നിന്റെ മനസ്സിലേക്ക് സങ്കടങ്ങളെ തള്ളി പുറത്തു കളഞ്ഞിട്ട് മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി ആവാഹിച്ചെടുക്ക്. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിനക്ക് കഴിയും, നിനക്ക് മാത്രമേ കഴിയൂ, അത് മറ്റാർക്കും കഴിയില്ല. നീ ഇറങ്ങി പ്രവർത്തിച്ചാൽ നേടിയെടുക്കാനാകാത്ത ഒരു കാര്യമില്ല എൻ്റെ പൊന്നു സുഹൃത്തെ. അതാണ് നമ്മുടെ പ്രപഞ്ചത്തിനുള്ള ഒരു പവർ. അത് മനസ്സിലാക്കുക, നല്ല ചിന്താഗതി വെച്ച് പുലർത്തുക.
നിന്നെ നിന്റെ ദുരിതകാലങ്ങളിൽ ആക്രമിക്കുന്നവർ മാനസികമായും ശാരീരികമായും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും നിന്നെ ആക്രമിക്കുന്നവരെ നീ ത്യജിക്കുക. അവരുടെ മുന്നിൽ നീ പെടാതിരിക്കുക. അവരുടെ വാക്കുകൾക്ക് കാതോർക്കാതിരിക്കുക. അവരെ നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിൽ നിന്ന് പോലും നീ അകറ്റി മാറ്റി നിർത്തിയതിനു ശേഷം ജീവിത വിജയത്തിന് വേണ്ടി, നിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നീ ചിന്തിക്കുക, പ്രവർത്തിക്കുക. മനസ്സിനെ സങ്കടപ്പെടുത്താതെ ആ മനസ്സിനെ നിന്റെ ഒപ്പം നിർത്തുക. മനസ്സിനുള്ള പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അത് നീ സ്വയം മനസ്സിലാക്കുക. രക്ഷ നിന്റെ കരങ്ങളിലാണ്. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്നൊരു സത്യം മനസ്സിലാക്കി നിന്റെ ഒപ്പം നിൽക്കുന്ന നിന്റെ മനസ്സിന് നീ ശക്തി കൊടുക്ക്. നിനക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഒരു പുതിയ ലോകം വെട്ടിപ്പിടിക്കാൻ കഴിയും. അത് ഉറപ്പാണ്. തീർച്ചയായും ഇന്നു മുതൽ തുടങ്ങുക. ഈ നിമിഷം മുതൽ നീ തുടങ്ങുക. നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നഷ്ടങ്ങളല്ല. അതിനെയെല്ലാം 10 മടങ്ങ് നേടിക്കൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനം ഇവിടെ ഈ നിമിഷം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.